ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഓട്ടടയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ പച്ചരിയൊക്കെ അരച്ചിട്ടുള്ള ഒരു ഓട്ടടയുടെ റെസിപ്പിയാണ്. നമ്മുടെ ചിക്കൻ കറിക്കും ബീഫ് കറിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ അപ്പം കേട്ടോ. നല്ല സോഫ്റ്റും നല്ല പൂവ് പോലെ ഇരിക്കുന്ന ഒരു ഓട്ടടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഓട്ടടക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള അരി പച്ചരിയാണ് കേട്ടോ. നമുക്ക് മറ്റേ ബിരിയാണിയൊക്കെ വെക്കണ അരിയ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ എടുത്തേക്കണത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാണ് എടുത്തേക്കണത്. അപ്പോൾ ഇത് ഞാനൊരു കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കണായിരുന്നു ഒരു 4-5 മണിക്കൂർ. അപ്പം എനിക്ക് വൈകിട്ടത്തേക്ക് നോമ്പിനായിട്ട് ഉണ്ടാക്കണോണ്ടിട്ട് ഞാൻ ഒരു ഉച്ചയായപ്പോഴാണ് ഇട്ടത്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ലോണം കുതിർന്നിരിക്കുന്നുണ്ട്. നമുക്ക് കുതിർക്കാനായിട്ട് നമ്മൾ നല്ലോണം അരി കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കരുത് കേട്ടോ. കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കേണ്ടത്. നമുക്കപ്പോൾ ഈ കുതിർന്ന അരി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ ജാറ് വെച്ചിട്ടുണ്ട്. ഒരു 2 പ്രാവശ്യമായിട്ട് 2 ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. ഞാനിവിടെ അരി എടുത്തേക്കണത് 2 കപ്പ് അരിയാണ് കേട്ടോ. 250 ml കപ്പിൽ 2 കപ്പ് അരിയാണ് എടുത്തേക്കണത്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിച്ചിട്ട് അരക്കരുതേ. ഒരു 1/4 ഭാഗം വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കണം. കണ്ട ഇതുപോലെ ഇരിക്കണം. അപ്പം നമുക്കിതൊന്ന് നല്ല തിക്കായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം. എന്താ അരി അരച്ചിട്ടുണ്ട്. കണ്ട നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. നല്ല തിക്കായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. നമുക്കിത് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഇത്ര കട്ടിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം അധികം ഒഴിക്കരുത്. വെള്ളം അധികം ഒഴിച്ചിട്ട് നമ്മൾ ഓട്ടട ശരിയാകൂല. അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് അരച്ചെടുക്കാം. ക്ക് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം 250 ml കപ്പില് 1 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതൊന്ന് വെറുതെ ഒന്ന് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരക്കണ്ട, എന്നാലും വെറുതെ ഒന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ അരഞ്ഞിട്ടില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തേക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുക്കുന്നതിനകത്തോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇതിലിപ്പോൾ ഇത്രയും ലൂസ് ഉണ്ട്. ഇത്രയും ലൂസ് ഉണ്ട്. ഞാൻ 250 ml കപ്പിൽ 1/2 കപ്പ് വെള്ളമാണ് ഇതിനകത്ത് ചേർത്തേക്കണത്. ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടിയാകും, എന്നാലും അതൊന്ന് ശ്രദ്ധിക്കാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ചൂടുണ്ടാകും. നമ്മുടെ ഈ ബൗളിന് നല്ല ചൂടുണ്ടാകും. പൊടിയൊക്കെ വെന്ത് വരും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ചൂടൊന്ന് ചെറുതായി തണുക്കണ വരൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് കൈവിടാണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാറ്റർ ഇതേണ്ട ഈ പരുവത്തിലാണ് എടുക്കേണ്ടത് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഓട്ടട ചുടണത് ഓട്ടട ചട്ടി ഉണ്ട്, അതിലാണ് കേട്ടോ ചുടണത്. നമ്മുടെ ഇവിടെ കൊച്ചിയിലൊക്കെ ഓട്ടട എന്ന് പറഞ്ഞാൽ മൈദ മുട്ടയും ഒക്കെ വെച്ച് കലക്കിയിട്ട് അത് ചുട്ടെടുക്കും. ഇതുപോലെ തന്നെ കലക്കിയിട്ട് ചുട്ടെടുക്കും. അതിനകത്ത് തേങ്ങയും പഞ്ചസാരയും തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടിയിട്ടാണ് ഇവിടെ കഴിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഓട്ടട എന്ന് പറഞ്ഞാൽ ഈ അരി അരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടങ്ങളിലെ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. നമുക്കിത് നോൺ സ്റ്റിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചുട്ടെടുക്കുക. ചീനച്ചട്ടി നമ്മുടെ അപ്പച്ചട്ടിയിൽ വേണമെങ്കിലും ചുട്ടെടുക്കുക. ഞാൻ ഇവിടെ ഓട്ടടൻ്റെ ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പം നമുക്ക് ചുട്ടെടുക്കാം.
അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ കേട്ടാ. നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് മാവ് കോരി ഒഴിക്കാനേ. നമ്മുടെ ഓരോ തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. പക്ഷെ ഞാൻ ചെറിയ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഒരു തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി കണ്ട ബബിൾസ് വരുന്നുണ്ട. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഓട്ടട കണ്ടില്ലേ, ഇതിന്റെ ബബിൾസ് ഒക്കെ നല്ല ഇതിൽ കണ്ട. നമുക്ക് ഈ ചട്ടി ഒന്ന് ഇങ്ങനെ ചട്ടി വെച്ചിട്ട് തന്നെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടാ. നമ്മൾ ഈ മാവ് ഒഴിച്ചിട്ട് പരത്തരുത്. പരത്തിയാൽ അതിന്റെ ബബിൾസ് ഒന്നും വരൂല. ഇങ്ങനെ ബബിൾസ് വരുമ്പോ നമുക്ക് ഇത് മൂടി വെക്കണം. നമ്മൾ എപ്പോഴും ഓട്ടട ഉണ്ടാക്കുമ്പോ, ഈ അരി അരച്ച ഓട്ടട ഉണ്ടാക്കുമ്പോ എപ്പോഴും തീ ആദ്യം കൂട്ടിയിട്ടിട്ട് ചട്ടി ഒന്ന് ചൂടായി എടുക്കണം. ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാവ് ഒഴിക്കുമ്പോ തീ ഒന്ന് കുറച്ചിടണം. നല്ല ചൂടിൽ ഇത് എടുക്കാൻ പറ്റൂല, ഉള്ളു വെന്ത് കിട്ടൂല. അപ്പൊ ചെറിയ ചൂടിൽ തീയിലിട്ടിട്ട് വേണം നമ്മ ഓട്ടട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ പൂ പോലെ ഇരിക്കുന്ന ഓട്ടട റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കണ്ടോ ഒരു പൂ പോലെ ഇരിക്കണത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ഓട്ടടയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.